അപ്പോൾ എങ്ങനെയാ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതിനു മുമ്പ് ഒരു കാര്യം, ആദ്യം കുറച്ച് മ്യൂസിക്. ഞാൻ പറഞ്ഞില്ലേ, പാട്ട് കേട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. ഈ അടുക്കളയിൽ നിന്ന് തലമുടി പണിയുന്ന കണ്ടാണ്ടല്ലോ മമ്മി ചട്ടുകത്തിനടി തന്നേ. ഇതാണേ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന മീനെ, ആവോലി. നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കൊഞ്ച് ഷ്രിംസ് വാങ്ങിച്ചേ ജേഡുവിന്. പിന്നെ കുറച്ച് അച്ചിങ്ങാപ്പയറെ. ഇത് കണ്ടോ, വാങ്ങിച്ച മീന നല്ല അലുവാ കഷ്ണം പോലെ ഇരിപ്പില്ലേ. നല്ല ഫ്രഷ് സാധനമായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സന്തോഷം. നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് അങ്ങ് വറക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ജേടുകൂട്ടിന് വേണ്ടിയിട്ടുള്ള കൊഞ്ചലും മസാല പിടിപ്പിച്ച്. ഇത് രണ്ടും കൂടെ അധികം പറ്റാ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിനി ജോലി 2 ദിവസം. അപ്പോൾ കൊച്ചിനുണ്ടാക്കി വെക്കുവാണെങ്കിൽ അവർ കഴിച്ചോളും. അല്ലെ വീക്കെൻഡാന്ന് പറഞ്ഞ് നിങ്ങളൊന്നും കഴിക്കത്തില്ല. നമ്മുടെയൊക്കെ തലവട്ടം അവിടെ നിന്ന് മാറിയാൽ അപ്പം പുറത്തുനിന്ന് ഫുഡ് വിളിച്ച് പറയും, അങ്ങനെ ഇപ്പം ഞാനില്ല, നീ ഒന്ന് തിന്ന് സൂയിക്കണ്ടടാ എന്ന് ഞാൻ. കുക്കിംഗ് റേഞ്ച് കൊണ്ടുള്ള മറ്റൊരു ഉപയോഗം കേട്ടോ, അതിനകത്ത് എല്ലാ സാധനവും കൂടെ കുത്തി കയറ്റി വെക്കാമെന്ന്. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യുന്നത്. എന്നെ പോലെ കുക്കിംഗ് റേഞ്ചിനകത്ത് വെസൽസും പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഇടാൻ വേണ്ടേ അല്ലേ ഇതിനവിടെ വെക്കാനായിട്ട്. അങ്ങനെ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തേ. കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷടപടേന്ന് അങ്ങ് തീരും. കഴിഞ്ഞ ദിവസത്തെ അവിയലുണ്ടായിരുന്നു, പിന്നെ പച്ചമോരിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാനൊരു മീൻകറി ഉണ്ടാക്കി, അതിരിപ്പുണ്ടായിരുന്നു. പിന്നെ മീൻ വറുത്തത് നിങ്ങൾ കണ്ടല്ലായിരുന്നോ മീൻകറി. പിന്നെ നല്ല മീൻ വറുത്ത്, നമ്മുടെ മീനില്ലേ അത് വറുത്തതാണേ. പിന്നെ നമ്മുടെ അച്ചിങ്ങ പയറും മെഴുക്ക് വരട്ടി. പിന്നെ ഇത് കഴിഞ്ഞ ദിവസത്തെ മീന ട്യൂണ. എല്ലാം കൂടെ ആയപ്പം സംഭവം കുശാൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ലഞ്ച്. ഞാൻ ചിലപ്പോൾ ഓർക്കുവേ, നമ്മുടെ ചോറിൻ്റെയും കറിയുടെയൊക്കെ അത്രയും ടേസ്റ്റ് ഉള്ള വേറൊരു ഫുഡുണ്ട്. ഈ ഒരു സാധനം മാത്രം എത്ര കഴിച്ചാലും നമുക്ക് മടുക്കുകയല്ലെന്നുള്ളത് അല്ലേ. നല്ല ചൂട് ചോറും ചൂട് കറിയും. ഏതൊക്കെ ഭക്ഷണം വേണ്ടെന്ന് വെച്ചാലും ഈ ഒരു സാധനം മാത്രം നോ പറയാൻ പറ്റത്തില്ലെന്നേ. ഇത്ര നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നോ പറയുന്നവനാണെ അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നാന്നേ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ കഴിക്കാതിരിക്കുന്നത്? അപ്പം ശരി, കഴിച്ചേച്ചും വരാം.